ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെ ജോവിഷ് നാംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് അൽമാട്ടിയിലാണ്, കസാഖിസ്ഥാൻ്റെ തലസ്ഥാനമായ അൽമാട്ടിയിലാണ്. അപ്പം അൽമാട്ടിയിലെ സിറ്റിയിലെ കുറച്ച് കാഴ്ചകളാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഇവിടുത്തെ ഒരു ഇൻഡിപെൻഡൻസ് മോണുമെന്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായ റിപ്പബ്ലിക് സ്ക്വയറിനോട് തൊട്ടടുത്ത് തന്നെയാണ് ഇതുള്ളത്. ആയിട്ടുള്ളത് കുറച്ച് പ്രതിമകളാണ്. ഒരു കുത്തിയപ്പുറത്ത് ഇരിക്കുന്നതും അങ്ങനെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നതായ കുറച്ച് പ്രതിമകൾ മാത്രമാണ് ഇവിടെ കാര്യമായിട്ടുള്ളത്. വന്ന സമയത്ത് ചെറിയ രീതിയിലൊരു മഴ ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് മൊത്തം മൂടിക്കെട്ടി നിൽക്കുകയാണ്. മഴ ഇപ്പോൾ ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വെതർ നോക്കിയപ്പോൾ കുറച്ചു നേരം കൂടി മഴ ഉണ്ടാവുന്നതാണ് കാണാൻ പറ്റിയത്. ഇത് ഇവിടുത്തെ ഒരു ഗവൺമെന്റിന്റെ ഒരു ബിൽഡിംഗ് ആണ്. എനിക്കൊന്ന് മേയർ ഓഫീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഓഫീസാണെന്ന് തോന്നുന്നുണ്ട്. ഇത് റിപ്പബ്ലിക് സ്ക്വയറിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതിന് ചുറ്റുമാണ് ഒരു പാർക്ക് ഉള്ളത്. നിങ്ങൾ നേരത്തെ കണ്ടൊരു ഇൻഡിപെൻഡൻസിന്റെ ഒരു മോണമെന്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് ഉള്ളത്. നീല നിറത്തിൽ കാണുന്ന ഇവിടുത്തെ സെൻട്രൽ സ്റ്റേറ്റ് മ്യൂസിയം ഈ റിപ്പബ്ലിക് സ്ക്വയറിന് അടുത്ത് തന്നെ ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ഇഷ്ടമാണെങ്കിൽ അവിടെയും പോകാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പം വന്നിരിക്കുന്ന അസെൻഷൻ കത്തീഡ്രൽ അല്ലെങ്കിൽ ജെൻകോ കത്തീഡ്രൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കത്തീഡ്രലാണ്. അപ്പോൾ അൽമാട്ടിയിലെ ഒരു നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വുഡ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കത്തീഡ്രലാണ്. അപ്പോൾ വേൾഡിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് വുഡ് കൊണ്ട് ഉണ്ടാക്കിയ കത്തീഡ്രലും കൂടിയാണ് ഇത്. 56 മീറ്ററോളം ഉയരമുള്ള ഒരു കത്തീഡ്രൽ 1907 പണി കഴിപ്പിച്ചതാണ്. ഇതിനകത്ത് മുഴുവൻ ഇത്രയും പ്രാവുകളുണ്ട്. ആൾക്കാരിങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പ്രാവുകളൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഒരുപാടുണ്ട്. നമ്മൾ പറക്കുമ്പോൾ നമ്മൾ മുഖത്തൊക്കെ തട്ടുന്നു ചില സമയത്ത്. അപ്പോൾ ഞങ്ങൾ ഈ കത്തീഡ്രലിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടു. നല്ല അടിപൊളിയായിട്ടോ, ഒരു ഗോൾഡൻ സ്റ്റൈലാണ് മൊത്തം ഉള്ളത്. എനിക്ക് തോന്നുന്നു പലതും ഒരു എന്താ പറയുക മെറ്റൽ പോലെയൊക്കെ തോന്നുമെങ്കിലും എല്ലാം എനിക്കൊന്ന് വുഡിൽ ചെയ്തിട്ട് അത് പെയിന്റ് അടിച്ചതാണ്. അപ്പം അതിന് തൂണുകളൊക്കെ നമുക്ക് തോന്നും ചിലപ്പം കോൺക്രീറ്റ് ആണ് അല്ലേന്നൊക്കെ തോന്നും. പക്ഷെ എന്നാലും അതൊരു വുഡിൽ പെയിന്റ് അടിച്ചതാണ്, ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളിൽ കയറിയാൽ ഒരുപാട് ചിത്രപ്പണികളുണ്ട്, അതിൻ്റെ ഡ്രോയിങ്സ് ഉണ്ട്, ഒരുപാട് ഡ്രോയിങ്സ്. ഞാൻ ഇതുവരെ പള്ളിയിൽ നിന്ന് ഇത്രയും ഡ്രോയിങ്സ് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നല്ല ക്ലാരിറ്റിയുള്ള ഡ്രോയിങ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പുതിയതാണോ എന്നറിയില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ മൊത്തം ഒരു ഗോൾഡൻ കളറിലാണ്. അതൊക്കെ ഒരു ഗോൾഡിൽ ഉണ്ടാക്കിയ പോലുള്ള ഒരു രീതിയിലാണ് ഉള്ളിൽ മൊത്തം ഉള്ളത്. അത് നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ അൽമാട്ടിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ്. അപ്പം എൻട്രി ഫീ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ എൻട്രി ആണ്.
ഞങ്ങളിപ്പോൾ കണ്ടത് മറ്റേ ഇവിടുത്തെ ഒരു മോണുമെന്റ് ആണ്. പിന്നെ 1-ാം ലോക മഹായുദ്ധത്തിൽ 2-ാം ലോക മഹായുദ്ധത്തിലൊക്കെ മരിച്ച പട്ടാളക്കാരോടുള്ള ആദരസൂചകമായിട്ട് ഉണ്ടാക്കിയ ഒരു മോണുമെന്റ് ആണ്. ഒരു 3 പ്രതിമേന്റെ ഒരു കൂട്ടമാണ് അവിടെ ഉള്ളത്. പിന്നെ അവിടെ ഒരു ഫ്ലെയിമും ഉണ്ട്, ഒരു എറ്റർണൽ ഫ്ലെയിമും ഒക്കെ പോലെ തന്നെ ഫുൾ ടൈം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലെയിമും ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ പോയ കത്തീഡ്രലിലെ ഒരു പാർക്കാണ്. പാർക്കിന്റെ തൊട്ടൊരു ബോട്ടിലായിട്ടാണുള്ളത്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു ഗ്രീൻ മാർക്കറ്റ് എന്നുള്ള മാർക്കറ്റും ഉണ്ട്. അത് നിങ്ങൾക്ക് ഒരൊറ്റ വരവ് തന്നെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഗ്രീൻ മാർക്കറ്റിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഈ ഗ്രീൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റാണ്. നമ്മൾ സമർക്കണ്ടിലും താഷ്കണ്ടിലൊക്കെ കണ്ടതുപോലെ ഒരു മാർക്കറ്റ് തന്നെയാണത്. ഈ ഗ്രീൻ ബസാറിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചോക്ലേറ്റിന്റെ ഒക്കെ ഒരു ഷോപ്പ് ഉണ്ട്. അതാണ് അപ്പോൾ ഞങ്ങളെ കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു ചോക്ലേറ്റ് മാത്രമേ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. നമുക്ക് പിന്നെ ലഗേജൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ അധികം വാങ്ങിയിട്ടില്ല. ഞങ്ങൾ എല്ലായിടത്തോടും യാത്ര ചെയ്യുന്നതുകൊണ്ട് കൊണ്ടുപോകട്ടെ. അപ്പം ജസ്റ്റ് ഒരു കസാക്കിസ്ഥാൻ എന്ന പേരുള്ള ഒരു ചോക്ലേറ്റ് മാത്രമേ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. ഇതിന് 650 ടെങ്കിയാണ് കൊടുത്തത്. ഹോൾസെയിലായിട്ട് കിട്ടുന്ന സ്ഥലം അതിന്റെ മുകളിൽ തന്നെയാണുള്ളത്. അപ്പോൾ ആൾക്കാരൊക്കെ നല്ലോണം വന്ന് വാങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്കാരൊക്കെ വന്നിട്ട് നല്ല ചോക്ലേറ്റ് പെട്ടി വലിയ പെട്ടിയിലൊക്കെ ആക്കിയിട്ട് വാങ്ങുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹോട്ടലാണ്, കസാക്കിസ്ഥാൻ ഹോട്ടൽ എന്നാണ് ഇതിന്റെ പേര്. കുറച്ച് പഴയ കാലത്തെ ഒരു ഹോട്ടലാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു എന്താ പറയുക പഴക്കാതിന് ബിൽഡിങ്ങിനൊക്കെ കാണാനുണ്ട്. ഞങ്ങൾ ഗ്രീൻ ബസാറിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കോക്ടോബി എന്ന് പറഞ്ഞ ഒരു കേബിൾ കാറാണ്, അത് കയറാൻ വേണ്ടി വന്നതാണ്. ഇതൊരു മലന്റെ മുകളിലേക്ക് കയറുന്ന ഒരു കേബിൾ കാറാണ്. ഇവിടുന്ന് സിറ്റിയിൽ നിന്ന് തന്നെ മലന്റെ മുകളിലേക്ക്. അപ്പം ഒരു പാർക്ക് സെറ്റപ്പ് ഉള്ള സ്ഥലമാണ്. നിങ്ങളിപ്പോൾ കണ്ടതാണ് ഈ കോക്ടേബ് എന്ന കേബിൾ കാറാണ്. അവിടുത്തെ ഒരു മലന്റെ മുകളിലേക്ക് പോകുന്നൊരു കേബിൾ കാറാണ്. അപ്പോൾ 1 വേ ആണെങ്കിൽ ഒരാൾക്ക് 3000 ടാങ്ക് വരും, 2 വേ ആണെങ്കിൽ 5000 ടാങ്ക് വരും. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർക്കൊക്കെ പോകാൻ പറ്റും. ചെറിയൊരു വ്യൂ പോയിന്റ് ആണെന്ന് പറയുന്നുണ്ട്. ഞാൻ എന്തായാലും പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീട്ടിൽ കാണാം.